സംസാരം ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. നല്ല മൊരിഞ്ഞും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അധികം എണ്ണയൊന്നും കുടിക്കാത്ത നല്ലൊരു പൂരിയാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബാജിയും കൊണ്ടുണ്ടെങ്കിൽ കുസാല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ബാജിയും കൂടെ തയ്യാറാക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഓർക്കും രാവിലെ പുട്ടായിരിക്കും എളുപ്പം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കൊഴക്കട്ടയായിരിക്കും. പക്ഷേ അതിൽ എളുപ്പത്തിൽ നമുക്ക് ഈ പൂരി ഉണ്ടാക്കിയെടുക്കാം. നമ്മളിപ്പോൾ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ പൂരിയും ബാജിയും ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട്. അതേ ടേസ്റ്റ് തന്നെ നമുക്കത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനും ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ, ബാജിക്കും പൂരി ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഞങ്ങളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ലെസ്ലി, ഞാൻ ലവ്ലി. നമുക്ക് പൂരി തയ്യാറാക്കുന്നതിനുള്ള മാവ് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ഞങ്ങളിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ ഞങ്ങൾ ഉപ്പിട്ട ശേഷമാണ് തിളപ്പിച്ച്, നല്ല തിളച്ച വെള്ളത്തിലാണ് ഈ മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മാവൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. ഈ കൂട്ടത്തിൽ തന്നെ ഇത് ഞങ്ങൾ 3 കപ്പ് ആട്ടപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ ആ കപ്പിൽ തന്നെ നമ്മൾ ഏത് കപ്പിലെടുക്കുന്ന ആട്ടപ്പൊടി അതേ അളവിൽ തന്നെ നമ്മൾ വെള്ളവും എടുത്താൽ മതി. അത് ഇതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു സോഫ്റ്റും ഒരു ക്രിസ്പിയൊക്കെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇതിവിടെ റവ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ റവ പൊടിയാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. അതും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂട്ടത്തിൽ തന്നെ 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി. നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്യുക ആദ്യം. കാരണം നല്ല ചൂടായിരിക്കും വെള്ളത്തിന്. അതുകൊണ്ട് ആദ്യം ലേശം കുറേശ്ശെ വെള്ളം ഒഴിച്ച് സ്പൂണും കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ചപ്പാത്തിയുടെ അതേ മയം വരണ്ട, ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന അതേ മയം നമുക്ക് പൂരി കുഴയ്ക്കുന്ന സമയത്ത് വരണ്ട. കുറേശ്ശെ വെള്ളം ഒഴിച്ച്, പിന്നെ നമ്മൾ 3 കപ്പ് ആട്ടപ്പൊടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ 2.5 കപ്പ് വെള്ളം മതി. നമ്മൾ ആ എടുക്കുന്ന കപ്പിൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾ വെള്ളം എടുത്താൽ മതി. കുറേശ്ശെ ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഉപ്പ് നമ്മൾ വെള്ളത്തിലേക്ക് ഉപ്പ് നമ്മളൊന്ന് നോക്കണം, എന്തോ ഒരു ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയ ശേഷം നമ്മൾ ഒരു പാകത്തിന് നമുക്ക് അറിയാലോ ഏകദേശം ഉപ്പിൻ്റെ പാകമൊക്കെ. അപ്പം നോക്കിയിട്ട് നമുക്ക് ഇല്ലെങ്കിൽ ഇച്ചിരി അല്പം പൊടി മാവിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആട്ടപ്പൊടിയുടെ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. ചില ആട്ടപ്പൊടി കുറച്ച് വെള്ളം മതിയായിരിക്കും, പെട്ടെന്ന് തന്നെ നമുക്ക് കുഴഞ്ഞ് കിട്ടും. അപ്പം നമ്മളത് നോക്കിയ ശേഷമേ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ. നമുക്കൊന്ന് കൈയും കൊണ്ട് കുഴച്ചെടുക്കാം അല്ലേ. ചൂട് കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ ചേർക്കുമ്പോൾ നല്ലൊരു മയം വരും. നമ്മുടെ പൂരി ഉണ്ടാക്കുമ്പോൾ റവ ചേർത്തിട്ടുണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിരിക്കും. പപ്പടം പൊള്ളുന്ന പോലെ നന്നായിട്ട് പൊള്ളിക്കിട്ടും. കുഴച്ച ശേഷം നമുക്ക് അരമണിക്കൂർ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നന്നായിട്ട് പൊങ്ങിക്കിട്ടും. അപ്പോൾ ഒരുപാട് സോഫ്റ്റാണ്. അരമണിക്കൂർ ഇന്ന് കഴിയുമ്പോൾ തന്നെ അത് സാമാന്യം നല്ല രീതിയിൽ സോഫ്റ്റായി വരും. ചപ്പാത്തിക്ക് കുഴക്കുന്ന ഒരുപാട് സോഫ്റ്റായിട്ട് കുഴച്ച് മയമാക്കണ്ട. അപ്പം നമുക്ക് ഇച്ചിരി ഇങ്ങനെ വിണ്ടിരുന്നെന്ന് ഓർത്തൊന്നും കുഴപ്പമൊന്നുമില്ല. അത് നല്ലപോലെ അരമണിക്കൂർ റെസ്റ്റ് ആയി കഴിയുമ്പോൾ നമ്മളെടുത്ത് ചുട്ട് കഴിയുമ്പോൾ നല്ല പപ്പടം പോലെ നമുക്ക് പൊള്ളിക്കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്ക് നമുക്ക് ബാജി തയ്യാറാക്കാം. അപ്പോൾ പൂരിയുടെ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാജി തയ്യാറാക്കാം. ബാജി തയ്യാറാക്കുമ്പോൾ ഞങ്ങൾ വലിയ 2 ഉരുളക്കിഴങ്ങാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് തൊലി കളഞ്ഞ് ഞങ്ങൾ കുക്കറിലിട്ട് 2 വിസിലടിച്ച് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊന്നും നമ്മൾ ഊറ്റിക്കളയേണ്ട, ആ വെള്ളവും നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉരുളക്കിഴങ്ങ് ഇവിടെ പുഴുങ്ങി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അതിനുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞങ്ങളൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ചേർക്കുമ്പോൾ ബാജിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 3 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു സവോള നല്ല കനം കുറച്ച് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ മതി. 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു സവോളയിലൊക്കെ ഉപ്പ് പിടിക്കാൻ വേണ്ടി ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുമല്ലോ. സവോള ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. അത് നമ്മളൊന്ന് ആ സവോളയൊക്കെ ഒന്ന് മാറ്റി എൻ്റെ നടുക്കായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ട ശേഷം നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. ബാജിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും, നല്ലൊരു കളറും കിട്ടും. അപ്പം നമുക്ക് ആ എണ്ണ കിടന്നൊന്ന് മഞ്ഞളൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് സവോള എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. സവോളയ്ക്ക് നല്ല മഞ്ഞ നിറമൊക്കെ വന്നിട്ടുണ്ട്. വാടിയിട്ടുണ്ടല്ലേ, പച്ചമുളകൊക്കെ മാറി. നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്താലോ. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ചതിൻ്റെ വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് വെന്തുടയരുത്, ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണമൊക്കെ കടിക്കുന്ന നല്ല ടേസ്റ്റാണ്.
ഇനി കുറേശ്ശെ കുറച്ച് വെള്ളം ഒഴിക്കാം, എന്നിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കുറേശ്ശെ നമ്മൾ ഒഴിച്ച് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. എടുത്തു വെച്ച വെള്ളം മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് തിളപ്പിച്ചെടുത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ബാക്കി വെള്ളവും കൂടെ ഒഴിച്ചെടുത്ത് നമുക്കൊരു കുഴമ്പനായിട്ട് പിടിക്കാൻ വേണ്ടി കുഴമ്പനാക്കി എടുക്കാം. അപ്പം നമുക്ക് കുറച്ച് വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ബാക്കി വെള്ളം നമുക്ക് പിന്നെ ഒഴിക്കാം, പിന്നീട് ചേർക്കാം. ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ആ വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് കുറുകി വറ്റിപ്പോണ്ട, നമ്മൾ സ്റ്റവ് ഒക്കെ ഓഫ് ആക്കി നമ്മൾ മൂടി വെച്ച് തന്നെ താനെ കുറുകിക്കോളൂ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകി നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. പിന്നെ ആ പച്ചമുളകിന്റെ നിറം, ചുവന്ന മുളകിന്റെ നിറം, പിന്നെ മഞ്ഞ നിറം എല്ലാം ഉണ്ട്. പച്ച, മഞ്ഞ, ചുവപ്പ് നല്ല കളർഫുൾ ആയിട്ടുണ്ട് അല്ലേ? കളർഫുൾ ആയ ഒരു കറിയാണ്. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് അല്ലേ? ടേസ്റ്റി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അല്പം മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. മാവ് നമ്മൾ റെസ്റ്റ് ചെയ്ത് അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ചെറിയ ചെറിയ ഉരുളകളാക്കണം. എന്നിട്ട് വേണം നമ്മളത് പരത്തിയെടുക്കാൻ. ഒരുപാട് കട്ടിയാകരുത്, അതുപോലെ ഒരുപാട് കനവും കുറയരുത്. ഒരു മീഡിയം സൈസിൽ നമുക്കത് പരത്തിയെടുക്കണം. പൂരിക്ക് നമ്മൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം നമ്മുടെ ചീയൻചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലേക്ക് പരത്തിയ പൂരി ഇട്ട് കൊടുക്കാം. മീഡിയം തീയിലാകുമ്പോൾ നമുക്ക് ഉള്ളൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും അല്ലേ? ഇതിൽ തീ കൂടി കഴിയുമ്പോൾ പെട്ടെന്ന് ഉള്ളു വേവാതെ വരും. ആദ്യം നമ്മൾ എണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു ബ്രൗൺ കളറാണ് വരിക, പിന്നെയാണല്ലോ നമ്മൾ ആ കളർ മാറി വരുന്നത്. നല്ല മുരിഞ്ഞ് സൂപ്പറായിട്ടുണ്ട്. ഒരുപാട് കട്ടിയാവരുത്, ഒരുപാട് നൈസായിട്ട് പരത്തരുത്. എന്നാലും ശരിക്കും പൊങ്ങി വരും. നമ്മളെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉള്ളൂ. എല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ചിലർ മൈദപ്പൊടി ഉപയോഗിച്ചും പൂരി ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ആട്ടപ്പൊടി, പക്ഷെ ആട്ടപ്പൊടിക്കാണ് നല്ല ഇച്ചിരി കൂടെ ടേസ്റ്റ് കിട്ടുന്നത്. ടേസ്റ്റ് കിട്ടും, നല്ല മുരിഞ്ഞിരിക്കുന്നല്ലേ ആട്ടപ്പൊടി ഉപയോഗിക്കുമ്പോൾ. അപ്പൊ മൈദപ്പൊടി ഇത് നിർബന്ധം ഉണ്ടാവില്ല, കാരണം ആട്ടപ്പൊടി കൂടി നമ്മൾ റവയും കൂടെ കൂടുന്നതുകൊണ്ട് നല്ല ഇതാണല്ലോ, സോഫ്റ്റും കിട്ടും, പരുവരിപ്പും കിട്ടും, എല്ലാം കിട്ടും. ആട്ടപ്പൊടി കൂടി ലേശം ഒരു റവ ചേർത്താൽ മാത്രം മതി, മൈദ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ പൂരിയെല്ലാം നമ്മൾ നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണ്ടോ, നല്ല മഴയായിട്ട് നല്ല പൊരിഞ്ഞിരിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് എടുക്കാം. അപ്പോൾ പൂരിയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതാണെന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കതിന് ടേസ്റ്റ് ചെയ്യാം അല്ലേ? വെജിറ്റേറിയൻ ഹോട്ടലിൽ കിട്ടുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല മുരിഞ്ഞായിരിക്കുന്നത്, നല്ല പൂരി നല്ല കണ്ടോ, പെട്ടെന്ന് അതിൻ്റെ ഉള്ളൊക്കെ കണ്ടോ നല്ല മുരിഞ്ഞായിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ്. അതുപോലെ തന്നെ കറി കിട്ടും, നല്ല ടേസ്റ്റാണ് കറിക്ക്. എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൂ. എപ്പോഴും നമ്മൾ ഈ കടലയും പുട്ടും ഒക്കെ ഉണ്ടാക്കാതെ ഇടയ്ക്കൊക്കെ നമുക്ക് കുറച്ച് എണ്ണ കൂടുതൽ വേണമെന്നേ ഉള്ളൂ പൂരി ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക വീട്ടിലെ പിള്ളേർക്കൊക്കെ. ഇപ്പോൾ ഒത്തിരി അംഗസംഖ്യ നമ്മുടെ വീടുകളിലില്ലല്ലോ, കുറച്ച് പേരൊക്കെ ഇല്ലുള്ളൂ. അപ്പോൾ 2 കപ്പ് ആട്ടപ്പൊടിയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള ആവശ്യത്തിന് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്രിയപ്പെട്ടവർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്നും മറക്കരുത്, ആരും മറക്കരുത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.